സത്യഭാമ പറയുകയാണ്, നമ്മളിവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് വസുമതിയുടെ വാദം. ഇപ്പോൾ സെർച്ച് വാറന്റിനായി നടക്കുകയാണ്. ഏത് നിമിഷവും അവരിങ്ങോട്ട് എത്തും. അത് കേട്ട് ഭക്ഷണം നെറുകയിൽ കയറി ചുമക്കുകയാണ് രാഘവൻ നായർ. അയ്യോ എന്തുപറ്റി രാഘവേട്ടാന്നും പറഞ്ഞ് വെള്ളം കൊടുക്കുകയാണ് സത്യഭാമ. ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും. സത്യഭാമ ചോദിക്കുകയാണ്, അല്ല വിഷ്ണു, നീ പോകുന്നില്ലേ? പോകാമെന്ന് വിഷ്ണു പറയുമ്പോഴും കുഴപ്പമില്ലെന്ന് പ്രീതിയോട് പറയുന്നുണ്ട്. വിഷ്ണു പോകാനായി ജീപ്പിനകത്തേക്ക് കയറുമ്പോഴേക്കും പോലീസ് വാഹനവും സത്യഭാമയുടെ വണ്ടിയും അവിടേക്ക് വരികയാണ്. പോലീസ് വണ്ടി കണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു. ഇത് കണ്ട് പിള്ള അകത്തേക്ക് ചെന്ന് പറയുകയാണ്, ദേ ആ വസുമതി കുഞ്ഞമ്മ വന്നിരിക്കുന്നു. കൂടെ പോലീസുകാരും ഉണ്ട്. അത് കേട്ട് പരിശ്രമിച്ച് ചാടി എഴുന്നേൽക്കുകയാണ് പ്രീതി. മുകളിൽ നിന്നും ഇത് കേട്ട് അർജുൻ കരുതുകയാണ്, ഈശ്വര, ചതിച്ചോ? അകത്തേക്ക് കയറാൻ പോകുന്ന പോലീസിനോട് വിഷ്ണു പറയുകയാണ്, സാർ ഒരു നിമിഷം. എന്താ സാർ? ഒരു സെർച്ചാണ്, സഹകരിക്കണം. ഇത് കേട്ട് വസുമതി പറയുകയാണ്, അതെ, ഗൃഹനാഥനും നാഥയും വേറെയുണ്ട്. നമുക്ക് അവരോട് ഉത്തരം പറഞ്ഞാൽ മതി. സാറ് വരണം എന്ന് പറഞ്ഞ് പോലീസിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് വസുമതി. അകത്തേക്ക് കയറി സത്യഭാമയൊന്ന് നോക്കി ചിരിക്കുകയാണ് വസുമതി. അന്നേരം മുകളിൽ നിന്ന് അർജുൻ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറുകയാണ്. എന്താണ് വസുമതി കുഞ്ഞമ്മേ സത്യഭാമയുടെ വീട്ടുനടയിൽ? ധനസഹായം വല്ലതും പ്രതീക്ഷിച്ചുള്ള വരവാണെങ്കിൽ ഈ വരാന്തയിൽ ഇരിക്കാം. പിള്ളച്ചേട്ടൻ വിളിക്കുമ്പോഴേ അകത്തേക്ക് കയറിയാൽ മതി. അതേസമയം വിഷ്ണുവും അകത്തേക്ക് കയറുകയാണ്. ഒരിക്കൽ നിർഭാഗ്യത്തിന് ഈ പടി കയറി വന്നപ്പോൾ നിങ്ങൾ തന്ന ധനത്തിന് അതുകൊണ്ട് തന്നെ മനസ്സ് സംതൃപ്തിയായിരിക്കുകയാണ്. ഇനിയും സഹായം ചെയ്ത് ദ്രോഹിക്കരുത്. എന്തു ചെയ്യണമെന്നറിയാതെ മുറിയിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അർജുൻ. വസുമതി പറയുകയാണ്, ഇപ്പോൾ ഞാൻ വന്നത് എന്റെ മുതൽ വീണ്ടെടുത്തു കൊണ്ടുപോകാനാണ്, അല്ലാതെ നിന്റെന്ന് പലിശയ്ക്ക് കാശെടുക്കാൻ അല്ല. ചിരിച്ചുകൊണ്ട് സത്യഭാമ ചോദിക്കുകയാണ്, അതിന് നിന്റെ മുതൽ ഇവിടെയാണോ കുഴിച്ചിട്ടിരിക്കുന്നത്? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണ്. നമുക്കൊന്ന് തപ്പി നോക്കാം, എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാമല്ലോ. എന്നിട്ട് സുരേഷിനോട് പറയുകയാണ്, അങ്ങോട്ട് കയറി വാരി വലിച്ചിട്ട് തപ്പണം സാറേ. എന്റെ മോൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. സത്യഭാമ പറയുകയാണ്, അതൊക്കെ രണ്ടാമത്. നിന്റെ മോനെ കാണാതായാൽ നാട്ടിലുള്ള വീടുകൾ മുഴുവൻ തിരയാൻ എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അറിയണം എനിക്ക്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം സാർ, നമ്മൾ ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന്. സുരേഷ് പറയുകയാണ്, സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് അർജുൻ ശങ്കറിന്റെ ഫോണിൽ നിന്നും വന്ന ലാസ്റ്റ് കോൾ ഇവിടത്തെ കുട്ടിയുടേതാണ്. അന്നേരം സത്യഭാമ പ്രീതിയെ നോക്കുമ്പോൾ തലകുനിച്ചു നിൽക്കുകയാണ് പ്രീതി. ഇതാണ് സെർച്ച് വാറണ്ട് എന്ന് പറഞ്ഞ് പേപ്പർ കാണിക്കുകയാണ് സുരേഷ്. വസുമതി പറയുകയാണ്, ഇനി എന്താണ് താമസം? അങ്ങോട്ട് കയറി നോക്കണം സാർ, പ്ലീസ്. അത് കേട്ട് സത്യഭാമ പറയുകയാണ്, 1 മിനിറ്റ്. നേരത്തെ ഞാൻ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും സെർച്ച് ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും. സെർച്ച് ചെയ്യുന്നത് സത്യഭാമയുടെ വീടാണ് എന്നുള്ള കാര്യം മറക്കരുത്. എസ് ഐ പറയുകയാണ്, സോറി സത്യാമ്മേ, വാറണ്ട് കണ്ടതല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. കോമൺ സെർച്ച് എന്ന് പറയുകയാണ് എസ് ഐ. താഴെ എല്ലാ മുറികളിലും പരിശോധിക്കുകയാണ് പോലീസുകാർ. അതേസമയം വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് പ്രീതി ചോദിക്കുകയാണ്, എന്ത് ചെയ്യും വിഷ്ണുവേട്ടാ? വിഷ്ണു പറയുകയാണ്, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ശാലിനി. അതേസമയം പർദ്ദയൊക്കെ ഇട്ട് സ്കൂട്ടിയിലെത്തുകയാണ് ശാലിനി. ശാലിനിയെ കണ്ട് വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, ഡി പ്രീതി, ദേ ശാലിനി. സ്കൂട്ടിയിൽ നിന്നും ഒരു പേപ്പറൊക്കെ എടുത്ത് അകത്തേക്ക് വരികയാണ് ശാലിനി. അകത്തേക്ക് വന്ന് ശാലിനി പറയുകയാണ്, ഹലോ പ്രീതി, നമസ്കാരം. ഹായ് മുന്താസ് എന്ന് പ്രീതി പറയുമ്പോൾ ആരാന്ന് ചോദിക്കുകയാണ് സത്യഭാമ. മനസ്സിലായില്ല. ശാലിനി പറയുകയാണ്, ഞാൻ മുന്താസ് ആണ് ആന്റി, മുന്താസ് മികം, പ്രീതിയുടെ ഫ്രണ്ട്. അന്നേരം ഒന്ന് ചിരിക്കുകയാണ് രാഘവൻ നായർ. സത്യഭാമ പറയുകയാണ്, പ്രീതിയുടെ ഫ്രണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നില്ല. സത്യാമ്മ ആന്റി എന്നെ പിന്നെയും മറന്നു. ഇവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ച് വിഷ് ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാനും പറഞ്ഞു സത്യാമ്മ ആന്റി. അതേസമയം ശാലിനിയോട് സംസാരിച്ചത് ആലോചിക്കുകയാണ് സത്യഭാമ. ആലോചിച്ചതിന് ശേഷം സത്യഭാമ പറയുകയാണ്, ആ ശരിയാണ്, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നോ. അതേസമയം രാഘവൻ നായർ പറയുകയാണ്, ഇവളുടെ ഒരു മറവിയെ, സ്കൂളിൽ പ്രീതിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു മുന്താസ്. എനിക്ക് ഓർമ്മയുണ്ട് ഇവളെ. പ്രീതി പറയുകയാണ്, വാ മുന്താസ്, നമുക്ക് റൂമിലോട്ട് പോകാം, എത്ര നാളായി കണ്ടിട്ട്. സത്യാമ്മ പറയുകയാണ്, ആ നിക്ക്, എന്താ മോളെ വിശേഷിച്ച്? എന്റെ മാരേജ് ആണ് ആന്റി. പ്രസിൽ നിന്ന് കാർഡ് വാങ്ങി ഇതിലെ പോയപ്പോൾ ഇവളെ തന്നെ ആദ്യം വിളിക്കണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് ഈ വീട്ടിലാണ്. ഇത് കേട്ട് ചിരിച്ച് വസുമതി പറയുകയാണ്, ആദ്യം ക്ഷണിക്കാൻ പറ്റിയ ഒരു കൂട്ടര്. താലിയേറ്റ് നിൽക്കുന്നവൾക്ക് തന്നെ വേണം ആദ്യത്തെ കല്യാണക്കുറി കൊടുക്കാൻ. നല്ല ശകുനം എന്ന് പറഞ്ഞ് വസുമതി ചിരിക്കുമ്പോൾ വസുമതിയുടെ അടുത്തേക്ക് വന്ന് സത്യഭാമ പറയുകയാണ്, വസുമതി, ആവധികം ആട്ടണ്ട. ഇപ്പൊ നീ നടത്തുന്ന പോരാട്ടത്തിന്റെ ഫൈനലാകട്ടെ, എന്നിട്ട് മതി നമുക്ക് സംസാരം. ശാലിനി ചോദിക്കുകയാണ്, അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണോ? പോലീസൊക്കെ ഉണ്ടല്ലോ, എന്താ പ്രീതി?
സത്യഭാമ പറയുകയാണ്, ഏയ് ഒന്നുമില്ല മോളെ, ഒരു ചെറിയ കൊതുക് ശല്യം. 5 മിനിറ്റിനുള്ളിൽ സത്യഭാമയുടെ കൈവെള്ള അതിനെ അങ്ങ് അടിച്ചു കൊല്ലും. അത്രേ ഉള്ളൂ എന്ന് വസുമതിയെ നോക്കി പറയുകയാണ് സത്യഭാമ. പ്രീതി, നീ മുന്താസിനെയും കൂട്ടി നിന്റെ റൂമിലേക്ക് പൊക്കോ. ഇവിടെ വേറൊരു കുഴപ്പവും ഇല്ല. ആ മുന്താസ് എന്നും പറഞ്ഞ് ശാലിനിയെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് പ്രീതി. മുകളിലേക്ക് ചെന്ന് വാതിൽ മുട്ടി പ്രീതി പറയുകയാണ്, അർജുനേട്ട, ഇത് ഞാനാണ്, തുറക്ക്. അർജുൻ ചോദിക്കുകയാണ്, ഇതാരാ പ്രീതി? ശാലിനിയോ? അതെ, അർജുനേട്ടനെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് വസുമതി അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. വീട് മുഴുവൻ സെർച്ച് നടക്കുകയാണ്. രക്ഷപ്പെടുവാൻ ഇതേ ഉള്ളൂ ഒരു വഴി. അന്നേരം മുഖം കാണിക്കുകയാണ് ശാലിനി. അർജുൻ പറയുകയാണ്, എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ ശാലിനിയുടെ വരവാണ് എനിക്ക് മനസ്സിലാകാത്തത്. താഴെയൊക്കെ പരിശോധിച്ച ശേഷം പോലീസ് പറയുകയാണ്, ഇവിടെയൊന്നും ആരുമില്ല സാർ. വസുമതി പറയുകയാണ്, താഴെയല്ലേ പരിശോധിച്ചുള്ളൂ, എന്താ മുകളിലത്തെ നിലയിൽ ആളിനെ ഒളിപ്പിച്ചൂടെ? മാത്രമല്ല ഈ വീടിന് ഔട്ട് ഹൗസും ഉണ്ട്, അവിടെയൊക്കെ നോക്കണം ആളുണ്ടോന്ന്. എസ് ഐ പറയുകയാണ്, ശരി, പുറത്തൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ മുകളിൽ പോയി നോക്കാം. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറുകയാണ് സുരേഷ്. ശാലിനി അർജുനോട് പറയുകയാണ്, മുന്താസ് ബീഗം എന്ന പേരിലാണ് ഞാൻ ഇവിടെ വന്നത്, പ്രീതിയുടെ കൂട്ടുകാരി. ഞാൻ അന്ന് കോടതിയിൽ വെച്ച് അവരെ പറ്റിച്ചത് ഓർമ്മയില്ലേ അർജുനേട്ടന്? ആ നമ്പരും കൊണ്ടാണ് ഞാൻ ഇപ്പോ ഇവിടെ കയറി വന്നത്. ആ മുന്താസായിട്ട്. ഇനി ഈ പർദ്ദയിട്ട് അർജുനേട്ടന് മുന്താസായിട്ട് പുറത്തു പോകാം. അതേസമയം ഒന്ന് ചുമച്ചിട്ട് പിള്ളയെ മരുന്നെന്ന് രാഘവൻ നായർ പറയുമ്പോൾ രാഘവൻ നായരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പിള്ള. മുകളിൽ അർജുൻ ചോദിക്കുകയാണ്, അപ്പോ ശാലിനി എങ്ങനെ പുറത്തു പോകും? എന്റെ കാര്യം വലിയ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കടന്നോളാം. അതിനുള്ള സമയം നമുക്ക് കിട്ടിക്കോളും. അതേസമയം സുരേഷ് വന്ന് പ്രീതിയുടെ റൂമിൽ തട്ടുകയാണ്. ഹലോ, അത് തുറക്കണം എന്ന് പറയുമ്പോൾ അർജുനേട്ട വേഗം എന്ന് പറഞ്ഞ് അർജുനെ പർദ്ദയിടിക്കുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി വാതിൽ തുറക്കുകയാണ്. അകത്തേക്ക് കയറി പോലീസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ പ്രീതിയുടെ ഫ്രണ്ടാണ്. നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? മുന്താസ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ റൂമിൽ തട്ടി വിളിക്കുമ്പോൾ സാർ ഒരു മര്യാദ കാണിച്ചാൽ കൊള്ളാം. ചിലപ്പോൾ അവർ ഫ്രഷ് ആവുകയോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും. സുരേഷ് പറയുകയാണ്, സോറി, ഇതൊരു സെർച്ചാണ്, സഹകരിക്കണം. ശരിയെന്ന് ശാലിനി പറയുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറന്ന് പർദ്ദയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അർജുൻ. ഇതിനെ കണ്ട് പ്രീതി ചോദിക്കുകയാണ്, ആ മുന്താസ് അപ്പൊ 1-ാം തീയതിയല്ലേ നിക്കാഹ്? ശാലിനി പറയുകയാണ്, പ്രീതി, നീ മുന്താസിനെ കൊണ്ടുപോയി വിട്, അവൾക്ക് ഇങ്ങനെയുള്ള പോലീസ് കാര്യങ്ങളൊന്നും പരിചയമില്ല. സെർച്ചൊക്കെ കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ശരി, വാ മുന്താസ് എന്നും പറഞ്ഞ് അർജുനെയും കൂട്ടി പുറത്തേക്ക് കടക്കുകയാണ് പ്രീതി. ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് സുരേഷ്. അതേസമയം അർജുനെയും കൂട്ടി താഴേക്ക് വരികയാണ് പ്രീതി. പറയുകയാണ്, അമ്മേ, മുന്താസ് ഇറങ്ങുകയാണ്. അല്ല, മോൾ ഇത്ര പെട്ടെന്ന് പോയാല് ഒരു ചായ പോലും കുടിക്കാതെ? ഇവിടെ സെർച്ചും ബഹളവും ഒക്കെ അല്ലേ അമ്മേ? മുന്താസ് ഒരു പരമ്പരാഗത കുടുംബത്തിൽ പിറന്ന ആളാണ്. പരപുരുഷന്മാരുമായി ഇടപഴകുന്നതിനൊക്കെ വിലക്കുണ്ട്. സത്യം പറഞ്ഞ ഇവള് വരുന്ന കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞേനെ. സത്യഭാമ പറയുകയാണ്, ശരി, എന്നാ മോൾ പോയിട്ട് പിന്നീട് വാ എന്ന് പ്രീതി പറയുമ്പോൾ പെട്ടെന്ന് വസുമതി പറയുകയാണ്, നിക്കവിടെ. അർജുന്റെ മുന്നിലേക്ക് ചെന്ന് വസുമതി ചോദിക്കുകയാണ്, മുന്താസ് ബീഗം അല്ലേ? അതെ എന്ന് അർജുൻ തലയാട്ടുമ്പോൾ വസുമതി ചോദിക്കുകയാണ്, എന്നോട് സംസാരിക്കാൻ മാത്രം എന്താ നിന്റെ വായിൽ നാക്കില്ലേ? ദേഷ്യപ്പെട്ട് സത്യഭാമ വിളിക്കുകയാണ്, വസുമതി, സെർച്ചിനുള്ള വാറണ്ടേ കോടതി തന്നിട്ടുള്ളൂ. എന്റെ അതിഥികളെ അപമാനിക്കാൻ നിനക്ക് അവകാശം ഇല്ല. അപമാനമൊന്നും അല്ല, ഇവളുടെ മുഖം എനിക്ക് കാണണം, അത്ര തന്നെ. അന്നേരം ഒന്നും പരിഭ്രമിക്കുകയാണ് അർജുനും പ്രീതിയും. അതേസമയം പ്രീതിയുടെ റൂമിൽ ശാലിനിയുടെ മുന്നിൽ വെച്ച് റൂമൊക്കെ പരിശോധിക്കുകയാണ് CI. ശാലിനിയോട് CI പറയുകയാണ്, ഓക്കെ മാഡം, കഴിഞ്ഞു. ശാലിനി ചോദിക്കുകയാണ്, എന്താ തിരിഞ്ഞു വന്നത്, കിട്ടിയോ? ഇല്ല മാഡം, സോറി. എന്നാ ശരിയെന്ന് പറയുകയാണ് ശാലിനി. CI പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് CI ഇറങ്ങുമ്പോഴേക്കും ആശ്വസിച്ച് ഓടിപ്പോയി അകത്തു നിന്നും കഥ കുറ്റിയിട്ട് നിൽക്കുകയാണ് ശാലിനി. പ്രീതി ചോദിക്കുകയാണ്, എന്തിനാ മുഖം കാണിക്കുന്നത്, അതും പരിചയമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ വെച്ച്? സുമതി പറയാണ്, അതെന്റെ വിഷയമല്ല, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ചിലപ്പോ എന്റെ മകനാണ് ഈ വേഷം മാറി പോകുന്നതെങ്കിലോ? അന്നേരം താഴേക്ക് ഇറങ്ങി വന്ന സുരേഷ് ചോദിക്കുകയാണ്, എന്താ ഇവിടെ? അന്നേരം വസുമതി പറയുകയാണ്, എനിക്ക് കുട്ടിയുടെ മുഖം കാണണം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഞാൻ തന്നെ മാറ്റാം ഈ മുഖാവരണം. അതേസമയം മുകളിൽ നിന്നും റൂം തുറന്ന് താഴേക്ക് നോക്കി നിൽക്കുകയാണ് ശാലിനി. അർജുന്റെ മുഖത്ത് കിടക്കുന്ന തട്ടം മാറ്റാനായി വസുമതി കൈ ഉയർത്തുമ്പോഴേക്കും അത് തടുക്കുകയാണ് സത്യഭാമ. നിർത്ത് എന്ന് സത്യഭാമ പറയുമ്പോൾ അന്ന് ആശ്വസിക്കുകയാണ് പ്രീതിയും ശാലിനിയും അർജുനും. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു എന്റെ അതിഥികളെ അപമാനിക്കരുതെന്ന്. സദാചാരങ്ങൾ മാനിക്കപ്പെടേണ്ടതാണ്. സ്ത്രീയായാലും പുരുഷനായാലും അതിന്റെ ലംഘനം സത്യഭാമയുടെ വീട്ടിൽ ഞാൻ അനുവദിക്കില്ല.
CI പറയുകയാണ്, മാഡം പ്ലീസ്, മാഡത്തിന്റെ പരാതി സോൾവ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് എന്റെ സാന്നിധ്യത്തിൽ മാഡം ഇനിയൊരു പ്രശ്നമുണ്ടാക്കിയാൽ നടപടിയെടുക്കേണ്ടി വരും എനിക്ക്. പ്രത്യേകിച്ചും വിശ്വാസത്തെ സംബന്ധിക്കുന്നതാകുമ്പോൾ അത് വലിയൊരു അപകടമാണ്. ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, ഇപ്പോഴാണ് നിങ്ങൾ മെച്യൂർഡായിട്ട് സംസാരിച്ചത്. അതിനുശേഷം സത്യഭാമ പറയുകയാണ്, മോള് പൊയ്ക്കോ, ആന്റിയുടെ എല്ലാ പ്രാർത്ഥനയും മോൾക്കുണ്ടാകും. മോളുടെ കുടുംബജീവിതത്തിനും മോള് പൊയ്ക്കോ. അതിനുശേഷം അർജുനെ പുറത്തേക്ക് ഇറക്കുകയാണ് പ്രീതി. അതിനുശേഷം അർജുനെ ജീപ്പിൽ കൊണ്ടുപോവുകയാണ് വിഷ്ണു. വണ്ടിയിലിരുന്ന് തട്ടമൊക്കെ മാറ്റിയ ശേഷം അർജുൻ പറയുകയാണ്, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ആയത്. അതേസമയം വീട്ടിൽ ഔട്ട് ഹൗസ് ഒക്കെ പരിശോധിക്കുകയാണ് പോലീസ്. പോലീസ് പറയുകയാണ്, ഔട്ട് ഹൗസിലും പറമ്പിലുമൊന്നും ആരുമില്ല സാർ. ഇത് കേട്ട് സത്യഭാമ പറയുകയാണ്, പറമ്പിൽ പച്ചമണ്ണ് ഇളകി കിടക്കുന്നുണ്ടോ എന്നുകൂടി നോക്കാമായിരുന്നു. സ്വന്തം മകനെ ഞാൻ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയോ എന്നുള്ള വസുമതി കുഞ്ഞമ്മയുടെ സംശയം കൂടി അങ്ങ് തീർന്നു കിട്ടട്ടെ. അത് കേട്ട് അമ്മയെന്ന് പ്രീതി വിളിക്കുമ്പോൾ വസുമതി പറയുകയാണ്, വേണ്ട, എന്റെ മകനെ കുറിച്ച് ദോഷം പറയുന്നത് കേട്ട് നീ മനസ്സിരുകേണ്ട ആവശ്യമൊന്നും ഇല്ല. മറുപടി ഈ വസുമതി കൊടുത്തോളാം. അതെ, പിന്നെ എനിക്കൊരു സംശയവും ഇല്ല സത്യഭാമേ. എന്റെ മകന് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി നിങ്ങൾ ഒരൊറ്റയാൾ ആയിരിക്കും. 100% അതെനിക്ക് ഉറപ്പാണ്. പിന്നെ സാർ, ഈ വീട്ടിൽ അവനില്ല എന്ന് കരുതി അർജുൻ സത്യഭാമയുടെ വീട്ടിൽ ഇല്ല എന്ന് കരുതാൻ പറ്റില്ല. നേരം വണ്ടിയിലിരുന്ന് വിഷ്ണു പറയുകയാണ്, അർജുൻ, ഇനി നിങ്ങളുടെ അമ്മയെ ഒന്ന് വിളിക്ക്. ഇനിയെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊന്ന് ഒത്തുതീർപ്പാകട്ടെ. സുമതി പറയുകയാണ്, ഒന്നിലേറെ വീടുകളും ഗസ്റ്റ് ഹൗസുകളും ഗോഡൌണുകളും സ്വന്തമായിട്ടുള്ള സത്യഭാമയ്ക്ക് അർജുൻ ഒരാളെയല്ല, അതുപോലെയുള്ള 9 പേരെ ഒളിപ്പിക്കാൻ നിഷ്പ്രയാസം ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഫോൺ നോക്കിയ ശേഷം ഇത് അർജുനാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വസുമതി. എന്നിട്ട് സത്യഭാമയോട് പറയുകയാണ്, വെരി ഗുഡ് സത്യഭാമ, ഇത്രയും നേരം നിങ്ങൾ നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ എല്ലാം തകർന്നു വീഴാൻ പോവുകയാണ്. അർജുനാണ് ഈ വിളിക്കുന്നത്. അവന്റെ കയ്യിൽ എങ്ങനെയോ ഫോൺ എത്തിക്കഴിഞ്ഞു. ഇനി അവൻ സംസാരിക്കും. സത്യഭാമ പറയുകയാണ്, ശരി ആയിക്കോട്ടെ, ഫോണെ സ്പീക്കറിലിട്ട് സംസാരിച്ചാൽ മതി, നമുക്ക് കേൾക്കാം അവൻ എന്താണ് പറയാനുള്ളതെന്ന്. വസുമതി പറയുകയാണ്, സ്പീക്കറിലിടാം, ഞാൻ എന്തിനാ പേടിക്കുന്നത്. അതിനുശേഷം സ്പീക്കർ ഓണാക്കി വസുമതി പറയുകയാണ്, ഹലോ മോനെ. ഹലോ അമ്മേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മോനെ, നീ ഇത് എവിടെ ആയിരുന്നു? സത്യഭാമ നിന്നെ തട്ടിക്കൊണ്ടുപോയി എവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്? നേരം അർജുൻ ചോദിക്കുകയാണ്, സത്യഭാമ തട്ടിക്കൊണ്ടുപോയെന്നോ? എപ്പോൾ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? വെറുതെ എല്ലാ കാര്യത്തിലും അമ്മ സത്യാമ്മയെ കുറ്റപ്പെടുത്തുമോ? ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് സത്യഭാമ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തിനാണെന്ന്. പിന്നെ നീ ഇത് എവിടെ പോയതാ? ഞാനൊരു കേസിന്റെ കാര്യത്തിന് പോയതല്ലേ അമ്മേ, തമിഴ്നാട്ടിൽ. അവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലം ആയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നത്, നിങ്ങൾക്കൊന്നും ഫോണിൽ കിട്ടാത്തതും. സുമതി പറയുകയാണ്, ആ ശരി ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഫോൺ വെച്ചേക്ക്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അർജുൻ. അതിനുശേഷം നോക്കി ചിരിച്ച് പരസ്പരം കൈയടിക്കുകയാണ് വിഷ്ണുവും അർജുനും. സത്യഭാമയുടെ മുൻപിൽ ആകെ ചമ്മി നിൽക്കുകയാണ് വസുമതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്